പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിന് സഹായിക്കുന്ന ചില സെൻറ്റൻസുകളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. 5 സിമ്പിൾ സെൻറ്റൻസുകളും 5 കോംപ്ലക്സ് സെൻറ്റൻസുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോംപ്ലക്സ് സെൻറ്റൻസിൽ ക്ലോസുകൾ വേർതിരിച്ചും കാണിക്കുന്നുണ്ട് സബോർഡിനേറ്റ് കൺജങ്ഷന്. നിങ്ങൾക്കും ഇതേപോലെ കോംപ്ലക്സ് സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ സാധിക്കും. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ക്യാൻ യു അസിസ്റ്റ് മീ ഇൻ ദിസ് പ്രോജക്റ്റ്? ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്? മീറ്റിംഗ് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? ഐ വിൽ കോൾ യു ബാക്ക് ഇൻ ആൻ അവർ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം. വെയർ ഡിഡ് യു പുട്ട് ദ കീസ്? താക്കോൽ എവിടെയാണ് വെച്ചത്? ലെറ്റ് us grab some coffee after lunch. ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് കോഫി കഴിക്കാം. ഇതഞ്ചും സിമ്പിൾ സെൻസുകളാണ്. ഇനിയുള്ളത് കോംപ്ലക്സ് സെൻസുകൾ. ഷീ സ്റ്റേഡ് ഹോം ബിക്കോസ് ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ ബട്ട് ഷീ പ്രോമിസ്ഡ് ടു ജോയിൻ ടുമോറോ. ഷീ സ്റ്റേഡ് ഹോം പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ പാസ്റ്റ് കണ്ടിന്യൂസും. ഷീ പ്രോമിസ്ഡ് ടു ജോയിൻ പാസ്റ്റ് സിമ്പിൾ ആണ്. ഷീ സ്റ്റേഡ് ഹോം മെയിൻ ക്ലോസ് ആണ്. ബിക്കോസ് ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ബട്ടും ബിക്കോസും സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഇത് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും. സിൻസ് ദ വെദർ ഈസ് പ്ലസന്റ് ടുഡേ വി കുഡ് ഗോ ഫോർ എ വാക്ക് ഇൻ ദി ഈവനിങ്. ഇന്ന് നല്ല കാലാവസ്ഥയായതിനാൽ നമുക്ക് വൈകുന്നേരം നടക്കാൻ പോകാം. സിൻസ് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ആദ്യത്തെ ക്ലോസിന് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആവുന്നു. വി കുഡ് ഗോ ഫോർ എ വാക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിന് തനിയെ നിന്നൊരു സെൻറ്റൻസ് ആകാൻ പറ്റും. കുഡ് മോഡൽ വെർബ് പോസിബിലിറ്റി ഓഫ് സജഷനെ കാണിക്കുന്നു. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആദ്യം വരികയാണെങ്കിൽ കോമ ചേർത്ത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ വേർതിരിക്കുന്നു. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓൾദോ ഐ റെഡ് ദം ട്വൈസ്. 2 തവണ വായിച്ചിട്ടും എനിക്ക് നിർദ്ദേശങ്ങൾ മനസ്സിലായില്ല. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദി ഇൻസ്ട്രക്ഷൻസ് മെയിൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓൾദോ ഐ റെഡ് ദം ട്വൈസ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഓൾദോ സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസുമായി ചേർക്കുന്നു. ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിൽ ഉള്ളതാണ്. ഇഫ് യു ഫിനിഷ് യുവർ വർക്ക് ഏർലി വി ക്യാൻ വാച്ച് എ മൂവി ടുനൈറ്റ്. നിൻ്റെ ജോലി നേരത്തെ തീർക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കാണാം. ഇഫ് യു ഫിനിഷ് യുവർ വർക്ക് ഏർലി ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിന് തനിയെ നിൽക്കാൻ പറ്റില്ല. വി ക്യാൻ വാച്ച് എ മൂവി ടുനൈറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇഫ് സബോർഡിനേറ്റ് കൺജങ്ഷനും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെൻറ്റൻസ് പ്രസൻസ് ആണ്. ഈ സെൻറ്റൻസ് ഒരു കണ്ടീഷണൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിലെ പ്രവൃത്തി ഡിപ്പെൻഡൻറ്റ് ക്ലോസിലെ കണ്ടീഷനെ ആശ്രയിച്ച് ഇരിക്കുന്നു. While I was waiting for the train, I finished reading the book you gave me. ഞാൻ ട്രെയിനിനായി കാത്തിരിക്കുമ്പോൾ നീ തന്ന പുസ്തകം വായിച്ചു തീർത്തു. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് while I was waiting. I finished reading the book you gave me ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. while സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെൻറ്റൻസ് കഴിഞ്ഞ കാലത്തിലെ 2 പ്രവൃത്തികൾ കാണിക്കുന്നു. ഇങ്ങനെയുള്ള കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ നിർമ്മാണം ശരിക്കും മനസ്സിലാക്കിയാൽ സ്പോക്കൺ ഇംഗ്ലീഷിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. നമ്മുടെ ആശയങ്ങൾ അതേപടി പ്രകടിപ്പിക്കാൻ സഹായകരമാകും. ക്ലോസിനെ പറ്റിയും സബോർഡിനേറ്റ് കൺജങ്ഷനെ പറ്റിയും എന്തെങ്കിലും സംശയമുള്ളവർ ചാനൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ കണ്ടു മനസ്സിലാക്കുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. Thanks for watching.